സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. ഞാൻ പാലക്കാട് ജില്ല വടക്കഞ്ചേരിയിൽ കാരേങ്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചിന്നമണി എന്ന 75 വയസ്സുള്ള ഒരമ്മ, ഒരു മകൻ രോഗബാധിതനായി കിടക്കുന്നു. ആ അമ്മ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലും വെള്ളം കെട്ടിയ തറയിലുമാണ് അമ്മ കിടക്കുന്നത്. പഞ്ചായത്തോ മറ്റധികൃതരോ ഒരു വീടോ ഒരു പദ്ധതിയിലും അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ ദയനീയാവസ്ഥയിൽ കഴിയുന്ന ആ അമ്മയെ, അവരുടെ അവസ്ഥയും നിങ്ങളൊന്ന് കാണണം. നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് വീടുകളും ഒക്കെ സഹായിച്ച നിങ്ങൾ ഈ പാവപ്പെട്ട ഇവരെയും സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ആ വീഡിയോ സുഹൃത്തുക്കളെ കണ്ടില്ലേ, വെള്ളം കെട്ടി വളരെ ദുരിതത്തിൽ കഴിയുന്ന ചിന്നമണി എന്ന ഈ അമ്മ വളരെ മോശകരമായ ജീവിതത്തിലാണ്. മരുന്നിന് പോലും വഴി. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 75 വയസ്സായി. 2 മക്കളുണ്ട്. വയ്യാണ്ട് കിടക്കുന്നത് അസുഖം, ഷുഗറുണ്ട്, പ്രഷർ, ഷുഗറൊക്കെ ഉണ്ട്. പണിക്ക് പോകാൻ വയ്യ, അവന് വയ്യ. ഞാൻ കൈ കാട്ടാൻ പിച്ചിക്ക് പോയി നേരം പോയിട്ട് 10 12 മണി വരെ പിച്ചി എടുക്കും. പിറ്റേന്ന് കൊണ്ടുവന്ന് കലക്കി വെച്ച് കുടിക്കും. ഉപ്പും മുളകും വാങ്ങും, കൂട്ടാൻ വെക്കാൻ വെച്ച് കൊടുക്കും. അതിലൊതുങ്ങി ഒരു ഗുളിക 2 ഗുളിക വാങ്ങും. അതുകൊണ്ട് കിട്ടിയ എടുക്കാൻ തുടങ്ങിയിട്ട് 10-12 വർഷമായി. 12 വർഷമായിട്ട് ഈ അമ്മ പിച്ചി എടുത്തിട്ടാണ് ഈ മകന് വേണ്ടിയിട്ടും അമ്മയുടെ മരുന്നിനും വേണ്ടി ജീവിക്കുന്നത്. ജീവിക്കാൻ വേണ്ടിയിട്ട് ഇല്ല, കഷ്ടത്തില്ല. അവൻ വരുന്നുണ്ട്, വന്ന് നോക്കിട്ട് പോകുന്നത്. അവന് തുണ്ട് തന്നതാണ്. ആ തുണ്ട് കിട്ടും. അയൽവക്കക്കാര് ഒരു തുണ്ട് പേപ്പർ കൊടുത്തതാണ് അവർ വിരിച്ച് കിടക്കുന്നത്. പരിയാസം. അപ്പൊ നമ്മെ ആരെങ്കിലും സഹായിക്കും കേട്ടാ. ആരെങ്കിലും എന്തെങ്കിലും ഒരു വരാൻ നമ്മെ സഹായിക്കും. നോക്കുമ്പോ ഒക്കെ ഓട്ട കാണുന്നുണ്ട്. പോയിട്ടോ അത് കാണുമ്പോ ഉറക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇവരുടെ പുറത്ത് വീഴും. ആ മഴയ്ക്ക് കംപ്ലീറ്റ് കഴിക്കുന്ന പാത്രങ്ങൾ നിരത്തി വെച്ച് ഉറ്റുന്ന വെള്ളം അതിലുറ്റിയാണ് അവർ കൊണ്ടുവന്ന് കളയുന്നത്. അത്ര ദയനീയാവസ്ഥയിൽ കഴിയുന്ന ഒരു അമ്മയാണ്. ഒരു മകൻ തീരെ കിടപ്പിലാണ്, രോഗിയാണ്, അവശനാണ്. ആൾക്കാരുടെ മുമ്പിൽ പോയി കൈനീട്ടിയാണ് അമ്മ ജീവിക്കുന്നത്. അമ്മയുടെ വീട്ടിന്റെ അവസ്ഥയും കൂടെ നമുക്ക് നോക്കാം. ഉള്ളിൽ കിടക്കാൻ ഭയമാണ്. ഇങ്ങനെ ഈ 2 ജീവൻ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതെന്ന് നമുക്ക് ദൈവത്തിനോട്, സർവശക്തിനോട് പ്രാർത്ഥിക്കാം. പൊട്ടിക്കരയാണ്, അവർ കരിയാണ്. വളരെ ദയനീയാവസ്ഥ, ഭയങ്കര മോശം. ആ വീടൊന്ന് കണ്ടു നോക്കി. കംപ്ലീറ്റ് പൊട്ടി പൊളിഞ്ഞ് വാരിയ കംപ്ലീറ്റും പൊളിഞ്ഞ് വളരെ മോശകരമത. ഒരു തുള്ളി വെള്ളം പുറത്തു പോകില്ല. ഇത്രയും വളരെ മോശകരമായ ഒരു ജീവിതമാണ് പാവം തള്ളയും വയ്യാത്തൊരു മകൻ കിടപ്പിലൂടെ കംപ്ലീറ്റ് ഉണ്ട് കിടക്കുകയാണ്. കട്ടള വര, അതൊന്നും സ്ട്രോങ് അല്ല, ഇതൊക്കെ പോയി മൺചുവരാണ്. വളരെ മോശകരമായ അവസ്ഥയിലേക്കാണ് അവർ പോകുന്നത്. എല്ലാം അതുപോലെ തന്നെ ഇതിന്റെ പുറവും കണ്ടില്ലേ, ഇവിടെയൊക്കെ ഒന്ന് തള്ള ഇരുന്നാൽ എല്ലാം പൊട്ടി നിലത്ത് വീഴും. ആളുമില്ല, ചുറ്റുമുള്ളവരാരും ചെയ്തു തരാനുള്ള കഴിവുമില്ല. എനിക്ക്
കഴിവില്ല മക്കളെ നിങ്ങൾ വന്ന് ചെയ്തതിന് ഏറ്റവും സന്തോഷവും ഉത്തമവും നിങ്ങൾക്കൊരു ഉപകാരവും ഭഗവാൻ തരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശ്വര വീട്ടിൽ നമ്മൾ കൊടുക്കണേ. എല്ലാവർക്കും ഒരു ഗവൺമെൻറ് വീട് വന്ന് എല്ലാവരും ജീവിക്കണം എന്നുള്ളൊരു സഹായം ചെയ്യണേ. അതുകൊണ്ട് നിങ്ങൾ സന്തോഷമാക്കി തരുന്ന തമ്പുരാനെ വിളിച്ച് ചായ വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. എനിക്ക് നടക്കാൻ വയ്ക്കും തോറും പിച്ചയ്ക്ക് പോയിട്ടെങ്കിലും കഴിയാം. കിടക്കാനൊരു താവലുമില്ല. അതിൻ്റെ ഒരു വിഷമേ ഉള്ളൂ. എനിക്ക് ആ വിഷമം കൊണ്ട് എനിക്ക് ഉറപ്പില്ല. കുടുംബത്തിന് വേണ്ടി വർഷങ്ങളായി ഈ സ്വന്തം ടൗണിൽ പിച്ച യാചിച്ച് ജീവിച്ചിട്ട് പോലും ഈ അമ്മയുടെ ഒരവസ്ഥ ഒരു കരുണ പോലും കാണിക്കാത്ത ഈ നാടും ഈ പഞ്ചായത്തുമൊക്കെയാണ്. പക്ഷേ ഇനി അത് പോരാ. നിങ്ങൾ ഓരോരുത്തവരും ഈ അമ്മേനെയും ഈ സഹോദരനെയും കൈവിടാണ്ട് അവർ പറയുന്നത് സമാധാനമായിട്ടൊന്ന് ആ റൂമിലൊന്ന് കിടന്നുറങ്ങണം, വെള്ളം വീടാണ്ട്, അത് മാത്രമേ അമ്മയ്ക്ക് ആഗ്രഹമുള്ളൂ. മാക്സിമം ആഹാരം പിച്ചെടുത്തിട്ടായാലും കഴിക്കുമെന്ന് അമ്മ പറയുന്നത്. ദയവ് ചെയ്ത് സ്നേഹമുള്ള നല്ല മനസ്കരെ ഈ ഒരു അന്ത്യ ഉറക്കത്തിന് വേണ്ടി അവർക്കൊരു കൂര നിർമ്മിച്ചു കൊടുക്കാൻ നിങ്ങൾ ഓരോരുത്തവരും ഇതിലൂടെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷ ഈ അമ്മയ്ക്കും ഈ കുടുംബത്തിനുമുണ്ട്. നിങ്ങൾ സഹായിക്കുമെന്നുള്ള, നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ, നിങ്ങൾ ₹1 സഹായിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പോലും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഈ പാവപ്പെട്ട ഈ ധർമ്മം ചെയ്ത് ജീവിക്കുന്ന, ധർമ്മം ചെയ്യുന്ന അമ്മയ്ക്ക് ഒരു ദാനമായി നിങ്ങൾ എല്ലാവരും ഉണ്ടാവുമെന്നുള്ള ഏക പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു. ക്യാമറമാൻ സുമാരനൊപ്പം നന്ദി, നമസ്കാരം. മഹേഷ് വടക്കഞ്ചേരി.